ഹായ് ഹലോ. അയില കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതാ അയിലയൊക്കെ വൃത്തിയായി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ വേറെ ഏത് പാത്രത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാമല്ലേ. പിന്നെ കുറച്ച് ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്ത് അതും ഇട്ട് കൊടുക്കാം. പിന്നെ 3-4 വെളുത്തുള്ളി കൂടി ചതച്ചിട്ട് കൊടുക്കാം. ശേഷം ഒരു 2 പച്ചമുളകും ചെറുതായി നുറുക്കിയിട്ട് കൊടുക്കാം. ഇടത്തരം വലിപ്പമുള്ള ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി വെന്തുടയുന്നത് വരെ ചെറിയ തീയിൽ വഴറ്റിയെടുക്കാമല്ലേ. തക്കാളികളെല്ലാം ഒന്ന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതാ നല്ലതുപോലെ വെന്ത് വന്ന് കുറച്ച് ഉലുവപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂണോളം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പുളിപ്പ് ആവശ്യമുള്ള അത്ര പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ശേഷം തിളച്ച് വന്നു കഴിഞ്ഞാൽ മീൻ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പം പിന്നെ എരിവും പുളിയൊക്കെ മീനിൽ നല്ലോണം പിടിച്ചോളും. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് വറ്റിച്ചെടുക്കുക. ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കാമല്ലേ. ഞാനിതിപ്പോൾ ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറിയിൽ വെച്ച മീനെടുത്ത് ഫ്രൈ ചെയ്തൊരു ടേസ്റ്റാണ്. ഇതെനിക്ക് ഗ്രേവി വേണ്ടത് കൊണ്ട് ഞാൻ ഇത്തിരി ചാറോട് കൂടി തന്നെ എടുത്തിട്ടുണ്ട്. അവസാനം ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് ഞാനിത്തിരി ഗ്രേവിയോട് എടുക്കുന്ന എന്തിനാണെന്നറിയാമോ? ഇതാ ഈ ഒരു കപ്പക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കപ്പയും അയില വറ്റിച്ചതും സൂപ്പർ കോമ്പിനേഷനല്ലേ. നല്ല കാശ്മീരി ചില്ലി പൊടിയൊക്കെ ഉപയോഗിച്ചതെങ്കിൽ സൂപ്പർ കളറായിരിക്കും. എരിവും നമുക്ക് ആവശ്യത്തിനുള്ളതേ കിട്ടുകയുള്ളൂ. അപ്പോൾ അയില ഇങ്ങനെ ഒന്ന് എല്ലാവരും വറ്റിച്ചെടുത്ത് നോക്കണേ. താങ്ക് യു.